അപ്പം നമുക്കൊരു മുട്ടക്കറി ഉണ്ടല്ലോ. അതിനായിട്ട് ഞാൻ 4 മുട്ട വേവിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ, പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ശേഷം ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഏലക്ക, കറുവപ്പട്ട, പിന്നെ 2-3 ഗ്രാമ്പു, അതിനൊപ്പം സവാളയും നമ്മുടെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ എടുക്കുന്നതിൽ നിന്നും കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് വഴളാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഇതിന് ശേഷം ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം വീഡിയോ എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം, പക്ഷേ കണ്ടില്ല കേട്ടോ. ഇതൊക്കെയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ശേഷം ആ പൊടികളെല്ലാം മൂത്തിട്ട് തക്കാളിയും കൂടി ഇട്ട് വഴറ്റി ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് തണുത്തിട്ട് മിക്സിയിലിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കും കേട്ടോ. ഫൈൻ പേസ്റ്റ് അല്ല, കുറച്ച് നമുക്കിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തണുത്തിട്ട് മാത്രമേ അരയ്ക്കാവുള്ളേ. പിന്നെ ഞാൻ അരയ്ക്കാൻ നേരത്തെ ആ പച്ചമുളക് എടുത്ത് മാറ്റിയായിരുന്നു. പച്ചമുളക് കൂടി ഇട്ട് അരച്ചാൽ ഭയങ്കര എരിവായിരിക്കും. ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പുളി ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നിയപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി നല്ല കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 4 വശവും കുറച്ച് വരയൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ കറിക്കകത്തോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇതൊരു മുട്ട റോസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ നമ്മൾ അരച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. സാധാരണ മുട്ടക്കറിയുടെ ടേസ്റ്റ് അല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാനിത് കഴിച്ചത് ചപ്പാത്തിയുടെ കൂടാണ്. അപ്പോൾ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇത്തവണ എന്തായാലും ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല അരച്ചൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നിങ്ങൾ ആ കറിയുടെ ടെക്സ്ചർ കാണുന്നുണ്ടല്ലോ. വറ്റി കുറുകി ഏകദേശം ഈ പരുവാവേ. എന്നിട്ട് ഒരു കഷ്ണം ചപ്പാത്തി അങ്ങോട്ട് എടുത്തിട്ട് ആ മുട്ടക്കരുവും ആ ഗ്രേവിയും കൂടെ അങ്ങ് കഴിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.